നോക്കുകയാണെങ്കിൽ ഇത് ഫ്രാൻസിൽ ജാക്ക് ലാങ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ഒരു മിനിസ്റ്ററിനാണ് ഇത് മനസ്സിലാദ്യം തോന്നിയത്. അതുപോലെ അവിടുത്തെ ആ സമയത്തുണ്ടായിരുന്ന ഒരു കമ്പോസർ മോറിസ് മില്ലറ്റ് എന്നാണ് പേര്. അദ്ദേഹം അവരുടെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ് പെട്ടെന്ന് അവർ അതിനെ ഇത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പബ്ലിഷ് ചെയ്തതും. അപ്പോഴത്തേക്കും ആയിരക്കണക്കിന് ആൾക്കാരാണ് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നത്. ഇൻസ്ട്രുമെന്റ്സ് ആയാലും ഇതാണെങ്കിലും മുക്കിലും മൂലയിലും എന്ന് പറയുന്ന പോലെ അത്രയും ഒരു സ്വാഗതാർഹമായ ഒരു ഐഡിയ ആയിരുന്നു അത്. അതാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇറ്റ് സോ ഹാപ്പൻഡ് ഇന്നത്തെ ദിവസം ഇന്റർനാഷണൽ യോഗ ഡേ കൂടിയാണ്. അപ്പോൾ മ്യൂസിക്കും യോഗയും എല്ലാം അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രാണായാമവും എല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രാണായാമം ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പ്രാണായാമം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. പിന്നെ ഒരു ഏജ് ആകുമ്പോൾ നമുക്ക് ബ്രീതിങ് ആ ഒരു പാഠനം എന്നുള്ളവർക്ക് ആ ബ്രീതിങ് ആയിട്ട് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് പ്രാണായാമവും അത്യാവശ്യം യോഗയൊക്കെ ചെയ്താൽ ഒരുപാട് വ്യത്യാസം നമുക്കുണ്ടാവും. അതുപോലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് സംഗീതം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ ചെറിയ ചെറിയ എല്ലാവർക്കും മനസ്സിലും ചെറിയ ചെറിയ പ്രയാസങ്ങളും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലാന്ന് പറഞ്ഞാൽ വി ആർ ഓൾ ഹ്യൂമൻസ്. പക്ഷെ നമ്മൾ അതിനെ അതിജീവിക്കാൻ പറ്റും. നമുക്ക് കുറച്ചേരും ഒരു തമ്പുരുവിന്റെ ശ്രുതി ചേർത്ത് നമ്മൾ പാടുവാണെങ്കിൽ ഇവൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ആ 5 മണിക്കൂർ എങ്ങനെ പോകണു എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതിൽ നിന്നും, ആ സംഗീതത്തിൽ നിന്നും. അതിന് പകരം വയ്ക്കാൻ ദാസേട്ടനാണെങ്കിലും ദക്ഷിണാമൂർത്തി സ്വാമിയാണെങ്കിലും അവരെയൊക്കെ ദക്ഷിണാമൂർത്തി സ്വാമിയെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ഒരു ആർ.കെ. ദാമോദരനായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദക്ഷിണാമൂർത്തി സ്വാമി ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനും ഒക്കെ ഒരു ഭാഗ്യം ശരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അദ്ദേഹം അന്നത്തെ അതിൽ പറഞ്ഞു, നമ്മുടെ സംഗീതം കൈകാര്യം ചെയ്യുന്ന ഏത് കൊച്ചുകുട്ടിയാവട്ടെ മുതിർന്നവരാവട്ടെ അവരൊക്കെ വളരെ ബ്ലെസ്സഡ് ആണ്. കാരണം നമ്മളുടെ ഒരു ബിലീഫാണല്ലോ പലതും, നമ്മളുടെ വിശ്വാസമാണ്. അതെന്താണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തീർത്ഥം നമ്മളുടെ മുകളിൽ പൂജാരി തെളിക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. എന്തോ നമുക്ക് ഭഗവാന്റെ നേരിട്ട ഒരു ഇത് കിട്ടിയതുപോലെ. അതുപോലെ നമ്മളെ സെലക്ട് ചെയ്ത ആ തീർത്ഥം നമ്മളുടെ തലയിൽ വീഴാൻ ഒരു തുല്യമായിരുന്നു. അങ്ങനെയുള്ളവരാണ് ഈ സംഗീതത്തിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. അത്രയും ബ്ലെസ്സഡ് ആയിട്ടുള്ള ഒരു, പിന്നെ നമ്മളുടെ ഓരോ നമ്മൾ പാഷനേറ്റ് ആവുന്നതും എല്ലാം നമ്മളുടെ സാഹചര്യവും നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന കുറിച്ച് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. മനസ്സിലായി നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്താൽ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. നമുക്ക് അന്യൊരാളെ പോലെ നമുക്ക് നമ്മളായാൽ മതി. അതിന് മാക്സിമം നമ്മൾക്ക് എന്ത് പറ്റുമോ അത് ഡെയിലി അത് ചിട്ടയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു രാവിലെ എണീക്കണം എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിനോട് പറയണം. രാവിലെ ഞാൻ എണീക്കണം, എനിക്ക് പ്രോഗ്രാം ഉണ്ടോ ഇല്ലയോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾക്ക് വേണ്ടി നമ്മളുടെ ബ്രെയിനിൽ സപ്ലൈ ഓഫ് ഓക്സിജൻ. ഇപ്പം എല്ലാവരും പറയുന്നത്, ഞാനും മ്യൂസിക് തെറാപ്പിയിൽ ഒരു പ്രോജക്റ്റ് ചെയ്തതുകൊണ്ടും എനിക്ക് കുറച്ച് ആ ഏരിയയിൽ താല്പര്യമുള്ളതുകൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറയുന്നതാണ്. നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺസ് ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സംഗീതം കൈകാര്യം ചെയ്യുന്നവർക്ക് നമ്മൾ അറിയാതെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല പല ഹോർമോൺസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എൻഡോർഫിൻ, അതുപോലത്തെ പല എൻഡോർഫിൻ എന്ന് പറയുന്നത് പെയിൻ കില്ലറാണ്. നമ്മൾ ആവശ്യമില്ലാതെ ഈ പെയിൻ കില്ലർ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വി ഷുഡ് ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്. ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടും. എല്ലാവർക്കും പലതും പല ഒഫൻഡഡ് ആകുന്നത് എല്ലാവരും മനുഷ്യരില്ലേ. പക്ഷേ നമ്മൾ ഒരിക്കലും അതിനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ല. അപ്പോൾ വിട്ടേക്കണം. കുറച്ച് ചിലപ്പോൾ 1-2 ദിവസം നമുക്കത് കുറച്ചൊരു ഹാങ് ഓവർ ഉണ്ടാവും. പക്ഷെ ഇന്നാണ് നമ്മൾ നമ്മളുടെ സംഗീതത്തിനെ കൊണ്ട് അതിനെ അതിജീവിക്കാൻ പറ്റും. നമ്മൾ സ്നേഹമാണ് വേണ്ടത്. എല്ലാത്തിലും പറയുന്നുണ്ട്. സാറിൻ്റെ മലയാളത്തിൽ തന്നെ ധാരാളം കവിതകളുണ്ട്. അതുപോലെ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക. ആ ഒരു ഇത് നമ്മൾ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്താൽ
സാറിൻ്റെ ആയാലും നമ്മുടെ പേരൻസിൻ്റെ ആയാലും. പിന്നെ ഇനിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ ഇതിൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി അലുമിനിക്കാരെ നമുക്ക് ഐലൻഡിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന രണ്ട് വലിയ കാര്യങ്ങൾ. മഹാരാജാസ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 10ാമത്തെ വാർഷികം 10th ആനിവേഴ്സറി 2009 നടത്തുമ്പോൾ അന്ന് ജയലക്ഷ്മി ടീച്ചറും ഭുവനേശ്വരി ടീച്ചറും കച്ചേരി അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് പുതുക്കി പണിതിരിക്കുന്ന ആ ഓഡിറ്റോറിയം പഴയ രീതിയിലായിരുന്നപ്പോൾ നമ്മളൊക്കെ പാടിയിട്ടുണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇവിടെ ഉള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്യുന്നത്. മഹാരാജാസ് കോളേജിൻ്റെ ഒരു എൻ്റെ അനുഭവം അല്ലെങ്കിൽ അടുപ്പം അല്ലെങ്കിൽ തുടക്കം എല്ലാം ആദ്യമാണ്. വാൾട്ട് ഡിസ്നി പ്രൊഡക്ഷൻ്റെ ഒരു പടം സിനിമ റാറ്ററ്റൂയി ഇംഗ്ലീഷിൽ അതിനകത്തൊരു പ്രശസ്തമായ വരിയുണ്ട്. നോട്ട് എവരിവൺ ക്യാൻ ബിക്കം ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ബട്ട് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ക്യാൻ കം ഫ്രം എനിവെയർ. മഹാരാജാസ് പോലെയുള്ള 150ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു കോളേജിൽ ഒരു സംഗീത വിഭാഗത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് തോന്നുന്നു ഈ ഒരു ഡയലോഗ് ചിന്തിക്കുന്നത് നന്നായിരിക്കണം. ഇത്ര അധികം ഓപ്പർച്യൂണിറ്റീസും ഇത്ര അധികം എക്സ്പോഷറും കിട്ടുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം, ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് സംഗീതം എടുത്തു? അതിൻ്റെ ഉത്തരം തേർഡ് ഇയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിയില്ലെങ്കിൽ ആ 3 കൊല്ലം നിങ്ങൾ പാടില്ല. നമ്മളിവിടെ ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ഇൻ പേഴ്സൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകളുടെ മഹത്വം. എന്നേക്കാൾ വളരെ നന്നായി അത് പറയാൻ അല്ലെങ്കിൽ അത് പറഞ്ഞവരാണ് വേദിയിലിരിക്കുന്നവർ. അറിവാണ് വേഗം, അറിവുള്ളവർ അലങ്കരിക്കുന്നതാണ് വേദി. അപ്പോൾ ഇത്തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി എല്ലാ ടീച്ചേഴ്സും സീനിയേഴ്സും പറഞ്ഞു കഴിഞ്ഞു. ബ്രീത്തിങ് എക്സസൈസിൻ്റെ ഒരു ആക്ടിവിറ്റി ബൗണ്ടായിട്ട് ജീവിക്കുന്നതിന് ഇമ്പോർട്ടൻസ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് ഈ 3 നിലയൊക്കെ കയറി ഇറങ്ങുന്നതിന് നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് നടത്തുന്നതിന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ദിവസം ക്ലാസ്സിലേക്ക് വരിക. അടുത്ത വർഷം ഇതിലും വിപുലമായി വലിയൊരു ആഘോഷമായി നമുക്ക് മ്യൂസിക് ഡേ നടത്താൻ, ആ വലിയ ഓഡിറ്റോറിയത്തിൽ നടത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരും ഞാൻ ആശംസിക്കുന്നു. ഗവർണിംഗ് ബോഡി ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് നമ്മുടെ സ്നേഹത്തോടെയുള്ള ഒരു ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചെത്തിയിരിക്കുന്ന ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജന ബി ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുജയ ടീച്ചർ, PTA സെക്രട്ടറിയും നല്ലൊരു രസികനുമായ മുരളി സർ, സംഗീത രസികനെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മുൻ മേധാവിയായിരുന്ന ഭുവനേശ്വരി ടീച്ചർ, ജയലക്ഷ്മി ടീച്ചർ എത്താൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അലുമിനിയുടെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള മുമ്പ് ഇവിടെ പഠിച്ചിറങ്ങി ഫസ്റ്റ് ബാച്ചിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഞാൻ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് തിരക്കാനുള്ള ആളാണ് കൃഷ്ണകുമാർ സാർ. സാറിൻ്റെ ഒരിടത്ത് ഇരുന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. സാറിനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന വൈകിട്ട് മൃഗങ്ങളൊക്കെ വായിക്കാൻ വന്ന ആർട്ടിസ്റ്റുകൾ കലയിലാണ് എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്ട്രെങ്ത്തും ചെറിയ വീക്ക്നെസ്സും എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അലങ്കരിക്കാനും ഇത്രയധികം കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നന്ദി. ഉടനെ തന്നെ അദ്ദേഹത്തിന് ആരാധന അറിയിക്കുന്നു.
നിനക്ക്